സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മുടെ എല്ലാം വീടുകളിൽ നിശബ്ദമായി വളർന്നു വരുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. കുട്ടികൾക്കിടയിലെ ഈ ഡിജിറ്റൽ ലോകത്തിന്റെ സ്വാധീനം, അതിന്റെ കാണാപ്പുറങ്ങൾ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് ആഴത്തിൽ സംസാരിക്കാം. നമസ്കാരം. ഇത് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് തിരക്കുള്ള മാതാപിതാക്കൾ, അധ്യാപകർ, ഒരുപാട് വിവരങ്ങൾക്കിടയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേർതിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നവർ, അവർക്ക് വേണ്ടിയുള്ള ഒരു സംഭാഷണമാണ്. വെറുതെ ആശങ്കകൾ കൂട്ടുന്നതിന് പകരം കുറച്ച് വ്യക്തമായ ഉൾക്കാഴ്ചകൾ, പിന്നെ പ്രായോഗികമായിട്ട് തുടങ്ങാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, അത് നൽകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിനായിട്ട് ഞങ്ങൾ കുറച്ച് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇത് വെറുമൊരു മുന്നറിയിപ്പായിട്ട് കാണരുത്, മറിച്ച് ശരിക്കും കാര്യങ്ങൾ ഗൗരവമായി കാണേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. വെറുതെ വായിച്ചു പോകുന്നതിനപ്പുറം ഇതിന്റെ ഒരു ആഴം മനസ്സിലാക്കി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്ന് ഈ വിവരങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അതെ, ഊഹാപോഹങ്ങൾ വെച്ചിട്ടല്ല, യഥാർത്ഥ സംഭവങ്ങളെയും ഡേറ്റയും അടിസ്ഥാനമാക്കി സംസാരിക്കാം. കാരണം പലർക്കും ഒരു തരം അവ്യക്തമായ ഉത്കണ്ഠയുണ്ട് ഈ വിഷയത്തിൽ. അതിനെ മാറ്റി എന്താണ് ശരിക്കും സംഭവിക്കുന്നത്, നമുക്കെന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ചില ഉദാഹരണങ്ങളും കണക്കുകളും നമുക്ക് നോക്കാം. അപ്പോ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇതിന്റെ ഒരു വലിപ്പം മനസ്സിലാക്കാൻ ഒരു രാജ്യത്ത് നടന്ന ഒരു സംഭവം നോക്കാം. ഒരു ഗവൺമെന്റ് പെട്ടെന്നൊരു ദിവസം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിക്കാൻ തീരുമാനിക്കുന്നു. അതിന്റെ ഒരു പ്രതികരണം എന്തായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. ആ പ്രതികരണം ശരിക്കും അപ്രതീക്ഷിതമായിരുന്നു, വളരെ ശക്തമായിരുന്നു. ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഒരു മുന്നറിയിപ്പുമില്ലാതെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങി. ആ പ്രതിഷേധം സമാധാനപരമായിരുന്നില്ല. കാര്യങ്ങൾ വളരെ വേഗം അക്രമാസക്തമായി. റിപ്പോർട്ടുകൾ പറയുന്നത് ഏകദേശം 19 പേർ മരിച്ചു, ഒരു 400-ലധികം പേർക്ക് പരിക്കേറ്റു. രാഷ്ട്രീയമായിട്ട് അതിന് വലിയ പ്രത്യാഘാതങ്ങളുണ്ടായി. ആ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. അങ്ങനെയൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. എന്തുകൊണ്ടാണ് ഇത്രയും തീവ്രമായൊരു പ്രതികരണമുണ്ടായത്? വെറുതെ ഒരു ആപ്ലിക്കേഷൻ നഷ്ടപ്പെട്ടതിന്റെ പേരിലാണോ ഇതെല്ലാം? അതല്ല ഇതിന്റെ കാതല്. ഇത് വെളിവാക്കിയത് ഈ തലമുറയ്ക്ക് ഡിജിറ്റൽ ലോകവുമായുള്ള ഒരു ആഴത്തിലുള്ള ഒരുതരം വൈകാരികമായ ആശ്രിതത്വമാണ്. അവർക്ക് നഷ്ടപ്പെട്ടത് ഒരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം മാത്രമല്ല, മറിച്ച് അവരുടെ സാമൂഹിക ജീവിതം, സൗഹൃദങ്ങൾ, എന്തിനെ അവരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗം തന്നെയായിരുന്നു അത്. നമ്മളൊക്കെ സാങ്കേതിക വിദ്യയുടെ കൂടെ വളർന്നവരാണെങ്കിലും ഈ ഒരു തലത്തിലുള്ള വൈകാരിക ബന്ധം ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തായിരിക്കും. തീർച്ചയായും. അപ്പം അങ്ങനെ ഒരു സമൂഹം മുഴുവൻ ഇളകിമറിയുന്ന ഈ അവസ്ഥ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇതിന്റെ ചെറിയ രൂപങ്ങൾ നമ്മുടെ വീടുകളിലും സംഭവിക്കുന്നില്ലേ? വീട്ടിലെ വൈഫൈ പെട്ടെന്ന് കട്ടായാലേ, അപ്പോൾ കുട്ടിക്കുണ്ടാകുന്ന അസ്വസ്ഥത, ആ ദേഷ്യം, അതൊരു സൂചനയായിരിക്കാം. ഈ പ്ലാറ്റ്ഫോമുകൾ അവർക്ക് എത്രത്തോളം വൈകാരികമായി പ്രാധാന്യമുള്ളതായി മാറിയിരിക്കുന്നു എന്നതിന്റെ ഒരു സൂചന. നിർഭാഗ്യവശാൽ ഈ സ്വാധീനം ഈ പ്രതിഷേധങ്ങളിലോ കുട്ടികളുടെ പെരുമാറ്റത്തിലെ മാറ്റങ്ങളിലോ മാത്രം ഒതുങ്ങുന്നില്ലല്ലോ. ചിലപ്പോൾ അപകടങ്ങൾ വളരെ നേരിട്ടുള്ളതാണ്, ശാരീരികമാണ്, ജീവന് തന്നെ ഭീഷണിയാകുന്നുണ്ട്. ഈ ഓൺലൈൻ ചാലഞ്ചുകളുടെ കാര്യമെടുക്കാം. അതെ, അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇതൊന്നും കെട്ടുകഥകളല്ല, രേഖപ്പെടുത്തപ്പെട്ട ദുരന്തങ്ങൾ തന്നെയാണ്. ഉദാഹരണത്തിന് ഈ ബ്ലാക്ക് ഔട്ട് ചാലഞ്ച്, ശ്വാസം അടക്കിപ്പിടിച്ച് ബോധം പോകുന്നത് പോലെ കാണിക്കുന്ന ഒരു കളി. കുറഞ്ഞത് 20 കുട്ടികളെങ്കിലും ഇത് കാരണം മരിച്ചിട്ടുണ്ട്. അതിൽ പലരും 10 വയസ്സുപോലും ഇല്ലാത്തവരായിരുന്നു. 20 കുട്ടികൾ, ഓർക്കാൻ പോലും വയ്യാതെ. അതെ. അതുപോലെ ലോകം മുഴുവൻ വൈറലായ വേറൊരു ചാലഞ്ച്, അത് 8 ജീവനുകളാണ് എടുത്തത്. അപ്പോൾ ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഓൺലൈനിൽ നമ്മൾ നിരുപദ്രവമെന്ന് കരുതുന്ന പലതിലും വലിയ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതാണത് കാണിക്കുന്നത്. ഈ ശാരീരികമായ അപകടങ്ങൾക്ക് പുറമെ മാനസികമായിട്ട് കുറച്ചുകൂടി ഇരുണ്ട സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങളും ഉണ്ടായിരുന്നില്ലേ? നിങ്ങളൊരു പക്ഷെ ഉദ്ദേശിക്കുന്നത് ആ 50 ദിവസം നീണ്ടു നിൽക്കുന്ന ആ ഗെയിമിനെ കുറിച്ചാവാം. കളിക്കുന്നവരെ മാനസികമായി തളർത്തി അവസാനം ആത്മഹത്യയിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ടാസ്കുകളുള്ള ഒന്ന്. ഇത് ലോകമെമ്പാടും, പ്രത്യേകിച്ച് റഷ്യ, ഇന്ത്യ, ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിൽ നൂറുകണക്കിന് കൗമാരക്കാരുടെ മരണവുമായി ബന്ധമുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയിൽ പോലും ഇതിന്റെ സ്വാധീനം ഉണ്ടായെന്ന് കേട്ടു. ഉണ്ടായി. അവിടെ 20 വയസ്സുള്ള ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി ഈ ഗെയിമിന്റെ അവസാന ഘട്ടം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നതിനിടെ മരണപ്പെട്ടൊരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോ ഇത് വെറുമൊരു വിദൂര പ്രശ്നമായിട്ട് കാണാൻ കഴിയില്ല. ഇത് കുട്ടികളുടെ എന്തോ നിസ്സാര കളിയോ കുസൃതിയോ അല്ല, മറിച്ച് ഈ ഡിജിറ്റൽ ലോകത്തിന് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ, അവരുടെ സുരക്ഷയിൽ
എത്രത്തോളം നേരിട്ട് സ്വാധീനം ചെലുത്താൻ കഴിയും എന്നതിന്റെ ഒരു ഭയാനകമായ ഓർമ്മപ്പെടുത്തലാണ്. ഈ അനുഭവകഥകൾക്കു പുറമെ കണക്കുകൾ നോക്കിയാലും സ്ഥിതി അത്ര നല്ലതല്ല. പ്രശ്നകരമായ ഡിജിറ്റൽ ഉപയോഗം കൂടുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഈ പ്രശ്നകരമായ സോഷ്യൽ മീഡിയ ഉപയോഗം, പ്രോബ്ലമാറ്റിക് സോഷ്യൽ മീഡിയ യൂസ് എന്ന് പറയും, അത് 2018 ഒരു 7%. പക്ഷേ 2022 ആയപ്പോഴേക്കും അത് 11% കൂടി. വെറും 4 വർഷം കൊണ്ട് ഏകദേശം 50% വർധനവ്. അതെ, കാര്യമായ വർധനവ്. ഇത് പ്രശ്നം കൂടുതൽ ഗുരുതരമാവുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. വേറൊന്നു നോക്കൂ, യുവജനങ്ങളിൽ 1/3 പേരും സുഹൃത്തുക്കളുമായി തുടർച്ചയായി ഓൺലൈനിൽ സമ്പർക്കം പുലർത്തുന്നു എന്നാണ് റിപ്പോർട്ട്. അതുപോലെ ഒരു 12% പേർ പ്രശ്നകരമായ ഗെയിമിംഗ് രീതികൾ കാണിക്കുന്നുണ്ട്. തുടർച്ചയായി എന്ന വാക്ക് പ്രധാനമാണ്. ശരി, അപ്പോ നമ്മൾ കണ്ടു, ഈ സോഷ്യൽ മീഡിയ, ഗെയിമുകൾ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ കുട്ടികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും അവരെ കൂടുതൽ നേരം അവിടെ നിർത്താനും വേണ്ടി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ നിരന്തരമായ ഡിജിറ്റൽ ഇടപെടൽ ഒരു കുട്ടിയുടെ വളരുന്ന തലച്ചോറിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? അത് അവരുടെ ദിവസേനയുള്ള ജീവിതത്തിൽ എങ്ങനെയാണ് പ്രകടമാകുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഗവേഷണങ്ങൾ നോക്കുമ്പോൾ പ്രധാനമായിട്ടും ഒരു 4 മേഖലകളിലാണ് ഈ അമിതമായ സ്ക്രീൻ ഉപയോഗത്തിന്റെ ദോഷഫലങ്ങൾ കാണുന്നത്. ഒന്നാമത്തേത് ശ്രദ്ധയിലെ ഭംഗം, ഫ്രാഗ്മെന്റഡ് അറ്റൻഷൻ. ശ്രദ്ധയിലെ ഭംഗം, അതായത് ഒരു കാര്യത്തിൽ ദീർഘനേരം ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നത്. കൃത്യമായി, ഒരു ആപ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ശ്രദ്ധ മാറുക. ഇത് ഗവേഷകർ അറ്റൻഷൻ റെസിഡ്യൂ എന്ന് വിളിക്കുന്ന ഒരവസ്ഥയുണ്ടാക്കുന്നുണ്ട്. ലളിതമായി പറഞ്ഞാൽ, നമ്മളൊരു ജോലിയിൽ നിന്ന് ശ്രദ്ധ മാറ്റിയാലും നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാഗം ആ പഴയ ജോലിയിൽ തന്നെ നിൽക്കും. അപ്പോൾ ഈ നിരന്തരമായ മാറ്റങ്ങൾ കാരണം ആഴത്തിലുള്ള ചിന്തയോ ഏകാഗ്രതയോ സാധ്യമാകുന്നില്ല. പകരം എപ്പോഴും എന്തെങ്കിലും സ്ക്രോൾ ചെയ്യാനും ക്ലിക്ക് ചെയ്യാനും തോന്നുന്ന ഒരു ഉപരിപ്ലവമായ കാര്യങ്ങളും മാത്രം തങ്ങി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികൾ എത്തുന്നു. അപ്പോ ഒരു പുസ്തകം വായിക്കാനിരിക്കുമ്പോ അല്ലെങ്കിൽ പഠിക്കാനിരിക്കുമ്പോ ഓരോ 2 മിനിറ്റിലും ഫോൺ എടുക്കാൻ തോന്നുന്നത് ഒരുപക്ഷെ അവരുടെ മനഃപൂർവ്വമുള്ള ഒരു അനുസരണക്കേടല്ല. അല്ല, മറിച്ച് ഈ നിരന്തരമായ ഉത്തേജനം, ഹൈപ്പർ സ്റ്റിമുലേഷൻ എന്ന് പറയും, അത് കാരണം അവരുടെ തലച്ചോറ് ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കാൻ ശീലിച്ചു പോയതാകാം. തുടർച്ചയായി ഒരേ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് അവർക്ക് ശാരീരികമായിട്ട് തന്നെ ഒരു അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒന്നായി മാറിയിരിക്കാം. അതൊരു പ്രധാനപ്പെട്ട തിരിച്ചറിവാണ്. ശരി, രണ്ടാമത്തെ പ്രഭാവം എന്താണ്? വൈകാരിക അസ്ഥിരത, ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി. ഡിജിറ്റൽ ലോകം പലപ്പോഴും പ്രശ്നങ്ങളിൽ നിന്നുള്ളൊരു രക്ഷപ്പെടലായിട്ട് തോന്നാം. എന്നാൽ ഒരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, ഇത് പലപ്പോഴും ഉത്കണ്ഠ, വിഷാദം, പിന്നെ ഈ മൂഡ് സ്വിങ്സ് അതൊക്കെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓൺലൈനിലെ ലൈക്കുകൾ, കമൻറ്റുകൾ, മറ്റുള്ളവരുടെ അംഗീകാരം, ഇതിനെയൊക്കെ ആശ്രയിച്ച് മാത്രം സ്വന്തം വില നിർണ്ണയിക്കുന്ന ഒരു ദുർബലമായ അവസ്ഥയിലേക്ക് ഇത് കുട്ടികളെ എത്തിക്കുന്നുണ്ട്. ഈ ദുർബലമായ ആത്മാഭിമാനം അവരുടെ യഥാർത്ഥ ലോകത്തിലെ ബന്ധങ്ങളെയും ബാധിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. തീർച്ചയായും. അത് നമ്മളെ 3ാമത്തെ പോയിന്റിലേക്ക് കൊണ്ടുവരും: സാമൂഹിക കഴിവുകളുടെ ശോഷണം, വീക്കെൻഡ് സോഷ്യൽ സ്കിൽസ്. കൂടുതൽ സമയവും നമ്മൾ ആശയവിനിമയം നടത്തുന്നത് സ്ക്രീനുകളിലൂടെ ആകുമ്പോൾ മുഖാമുഖം നോക്കി സംസാരിക്കാനുള്ള കഴിവ്, മറ്റൊരാളുടെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ആരോഗ്യകരമായി പറഞ്ഞു തീർക്കാനുള്ള കഴിവ്, ഇതൊന്നും വേണ്ടത്ര വികസിക്കുന്നില്ല. സഹാനുഭൂതി, എമ്പതി എന്നൊക്കെ പറയുന്ന കഴിവുകൾക്ക് നേരിട്ടുള്ള ഇടപെടൽ അത്യാവശ്യമാണല്ലോ. അതെ, സഹാനുഭൂതി, സഹകരണം, ക്ഷമയോടെ കേൾക്കാനുള്ള കഴിവ്, ഇതൊക്കെ ദുർബലമാകും. അപ്പോൾ ഫലത്തിൽ എന്താ സംഭവിക്കുന്നത്? ഡിജിറ്റലായിട്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ടെന്ന് തോന്നും, പക്ഷേ യഥാർത്ഥ ലോകത്ത് അവർ കൂടുതൽ ഒറ്റപ്പെട്ടവരായി മാറാൻ സാധ്യതയുണ്ട്. ശരി, ഇനി 4ാമത്തെ കാര്യം: അടിസ്ഥാനപരമായ ആരോഗ്യ പ്രശ്നങ്ങൾ. ഇത് ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും കുറച്ചൊക്കെ അറിയാവുന്ന കാര്യമാണ്. സ്ക്രീനുകളിൽ നിന്നുള്ള നീല വെളിച്ചം ഉറക്കത്തിന്റെ ഹോർമോൺ മെലറ്റോണിൻ അതിന്റെ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുന്നു. അത് ഉറക്കക്കുറവിലേക്ക് നയിക്കുന്നു. മണിക്കൂറുകളോളം ഒരേ ഇരിപ്പ്, ശാരീരിക വ്യായാമക്കുറവ്, പൊണ്ണത്തടി ഇവയ്ക്ക് കാരണമാകുന്നു. പിന്നെ ഈ നിരന്തരമായ മാനസിക ഉത്തേജനം ഒരു വിശ്രമമില്ലാത്ത അവസ്ഥയുണ്ടാക്കുന്നു. ഇവയെല്ലാം ദീർഘകാലയളവിൽ നോക്കുമ്പോൾ ഉറക്കത്തിന്റെ ഗുണനിലവാരം, ശാരീരികക്ഷമത, രോഗപ്രതിരോധശേഷി എന്നിവയെ കാര്യമായിട്ട് ബാധിക്കാം. ഇതെല്ലാം വളരെ പതുക്കെ, സാവധാനത്തിൽ സംഭവിക്കുന്നതുകൊണ്ട് പലപ്പോഴും മാതാപിതാക്കൾ ഇത് തിരിച്ചറിയണമെന്നില്ല. സ്കൂള് വിട്ടുവന്ന് ക്ഷീണിച്ച് ഫോണിൽ നോക്കിയിരിക്കുന്ന ഒരു കുട്ടിയെ കാണുമ്പോൾ കുറച്ചുനേരം റിലാക്സ് ചെയ്യട്ടെ എന്ന് നമ്മൾ കരുതും.
അതെ, അവർക്ക് കുറച്ച് വിശ്രമം വേണ്ടേ, അല്ലെങ്കിൽ അത്രയും നേരം സ്കൂളിൽ ഇരുന്നതല്ലേ, കുറച്ച് വിനോദം അവർ അർഹിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മളെ ന്യായീകരണങ്ങൾ കണ്ടെത്തും. ഈ അവസ്ഥയെ വിവരിക്കാൻ ഒരു പഠനത്തിൽ ഉപയോഗിച്ചൊരു നല്ല ഉപമയുണ്ട്. ആണിയിലിരിക്കുന്ന നായയുടെ ഉപമ. ആണിയിലിരിക്കുന്ന നായയോ? അതെന്താണ്? ഒരു നായ ഒരു ആണിയിലിരിക്കുകയാണ്. അതിന് വേദനയുണ്ട്, അതുകൊണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിരങ്ങുന്നുണ്ട്. പക്ഷേ ആ വേദന സഹിക്കാവുന്നതിലും അപ്പുറമല്ല. അല്ലെങ്കിൽ എഴുന്നേറ്റ് മാറാനുള്ളൊരു ബുദ്ധിമുട്ട് ഓർത്തിട്ട് അത് അവിടെ തന്നെ ഇരിപ്പ് തുടരുന്നു. കൊള്ളാം. വളരെ വളരെ പ്രസക്തമായ ഒരു ഉപമയാണിത്. അതായത് ഒരു പ്രശ്നമുണ്ടെന്ന് നമുക്കുള്ളിൻ്റെ ഉള്ളിൽ അറിയാം, ചില അസ്വസ്ഥതകളൊക്കെ കാണുന്നുമുണ്ട്. പക്ഷെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ അങ്ങ് മാറ്റിമറിക്കാൻ തക്ക ഒരു തീവ്രമായ വേദനയായിട്ടത് മാറാത്തതുകൊണ്ട് നമ്മൾ പഴയപടി അങ്ങ് തുടരുന്നു. കൃത്യമായി. എന്നാൽ എപ്പോഴാണോ ഈ വേദന അസഹനീയമാകുന്നത്, ഉദാഹരണത്തിന് കുട്ടി പഠനത്തിൽ വല്ലാതെ പിന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ കടുത്ത ഉത്കണ്ഠയോ വിഷാദമോ ഒക്കെ കാണിച്ചു തുടങ്ങുമ്പോൾ, അപ്പോഴേക്കും പ്രശ്നം ഒരുപക്ഷെ ആഴത്തിൽ വേരൂന്നിട്ടുണ്ടാകാം. അപ്പോൾ നമ്മൾ കുട്ടിയെ ഡോക്ടറുടെ അടുത്തോ കൗൺസിലറുടെ അടുത്തോ കൊണ്ടുപോകും. പക്ഷേ ഇതിലേക്ക് നയിച്ച വീട്ടിലെ സാഹചര്യങ്ങളെക്കുറിച്ചോ ഒരുപക്ഷെ നമ്മുടെ സ്വന്തം ഡിജിറ്റൽ ശീലങ്ങളെക്കുറിച്ചോ നമ്മൾ അപ്പോഴും ചിന്തിക്കില്ല. നമ്മുടെ രക്ഷാകർതൃത്വ രീതികൾ, പാരന്റിംഗ് സ്റ്റൈൽസ് എന്ന് പറയില്ലേ, അതും ഇതിലൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ടല്ലോ. കുട്ടികളെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും സംരക്ഷിക്കാനുള്ള ഒരു അമിതമായ ശ്രമം ചിലപ്പോൾ വിപരീത ഫലം ചെയ്യുന്നു എന്നുള്ളൊരാശയം. അതെ, നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ തന്നെ ചിലപ്പോൾ പ്രശ്നമായി മാറിയേക്കാം. നമ്മളിൽ പലരും വളർന്നു വന്ന സാഹചര്യം ഇന്നത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അന്ന് പലതും അത്ര എളുപ്പമായിരുന്നില്ല. ആഗ്രഹങ്ങൾ സാധിക്കാൻ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രയത്നിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ അനുഭവങ്ങളാണ് നമ്മളിൽ ക്ഷമ, പിന്നെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള കഴിവ്, റെസിലിയൻസ് അതൊക്കെ വളർത്തിയത്. എന്നാൽ ഇന്ന് എല്ലാം വിരൽത്തുമ്പിൽ കിട്ടുമ്പോൾ കുട്ടികൾക്ക് ആ ഒരു കാത്തിരിപ്പിന്റെ അല്ലെങ്കിൽ പ്രയത്നത്തിന്റെ അനുഭവം നഷ്ടപ്പെടുന്നു. അതെ, ഇതാണ് ചില വിദഗ്ധർ ഡിജിറ്റൽ ആലസ്യത്തിന്റെ വില, ദ കോസ്റ്റ് ഓഫ് ഡിജിറ്റൽ കൺവീനിയൻസ്, ലേസിനെസ് എന്ന് പറയുന്നത്. ഓൺലൈൻ ഷോപ്പിംഗ് ഒരു സാധനം വേണോ വേണ്ടയോ എന്ന ആലോചനയെയോ കടയിൽ പോകുന്ന ആ ഒരു പ്രയത്നത്തെയോ ഇല്ലാതാക്കുന്നു. ഫുഡ് ഡെലിവറി ആപ്പുകൾ വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെയും അത് പങ്കുവെക്കുന്നതിൻ്റെയും അനുഭവത്തെ ഇല്ലാതാക്കുന്നു. സൗകര്യം കൂടുന്നതിനനുസരിച്ചും കുടുംബത്തിലെ ആ പരസ്പരമുള്ള ഇടപെടലുകൾ കുറയുന്നു. കുട്ടികൾ ക്ഷമ, സഹകരണം, പ്രയത്നത്തിന്റെ വില ഇതൊക്കെ പഠിക്കുന്നതിന് പകരം തൽക്ഷണ സംതൃപ്തി, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, ശ്രദ്ധാശൈഥില്യം, പിന്നെ നിഷ്ക്രിയ ഉപഭോഗം, പാസീവ് കൺസംഷൻ ഇതൊക്കെ ശീലിക്കുന്നു. ഇത് ആരുടെയും കുറ്റമായിട്ട് പറയുകയല്ല, കാലഘട്ടത്തിന്റെ മാറ്റമാണ്. പക്ഷേ ഈയൊരു രീതി തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനമാണ്. എങ്കിലേ നമുക്ക് ബോധപൂർവം ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയൂ. ശരി, ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് വരാം. എന്ത് ചെയ്യാൻ കഴിയും? എങ്ങനെ ഈയൊരു സന്തുലിതാവസ്ഥ തിരികെ കൊണ്ടുവരാൻ? അതാണ് എല്ലാവർക്കും അറിയേണ്ടത്. കാരണം കർശനമായ നിയമങ്ങൾ എപ്പോഴും പ്രായോഗികമല്ല. എന്നാൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കുടുംബ ഡിജിറ്റൽ റിയാലിറ്റി ചെക്ക് നടത്തുക എന്നതാണ്. ഫാമിലി ഡിജിറ്റൽ റിയാലിറ്റി ചെക്ക്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താച്ചാൽ, ഇത് തുടങ്ങേണ്ടത് കുട്ടികളിൽ നിന്നല്ല, മുതിർന്നവരിൽ നിന്നാണ്. നിങ്ങളിൽ നിന്ന്, നമ്മളിൽ നിന്ന്. നമ്മളിൽ നിന്നോ? അതെങ്ങനെയാണ്? നമ്മുടെ സ്വന്തം ഡിജിറ്റൽ ശീലങ്ങളെക്കുറിച്ച് ഒന്ന് സത്യസന്ധമായിട്ട് വിലയിരുത്തുക. നമ്മൾ എത്ര സമയം സ്ക്രീനിൽ ചിലവഴിക്കുന്നു, എന്തിനാണ് നമ്മളത് ഉപയോഗിക്കുന്നത്, കുട്ടികൾക്ക് നമ്മൾ എന്ത് മാതൃകയാണ് കൊടുക്കുന്നത്, നമ്മുടെ ഡിജിറ്റൽ തെരഞ്ഞെടുപ്പുകൾ കുടുംബ ബന്ധങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്. കാരണം സ്വയം നിയന്ത്രണമില്ലാതെ മറ്റൊരാളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത്ര ഫലം ചെയ്യില്ല. അതൊരു കടുപ്പമുള്ള ചോദ്യമാണ്, പക്ഷെ അനിവാര്യമാണ്. ശരി, അപ്പോൾ ആദ്യം സ്വയം വിലയിരുത്തൽ. രണ്ടാമത്തെ തന്ത്രം, ടെക് ഫ്രീ സമയങ്ങളും ഇടങ്ങളും കണ്ടെത്തുക. ടെക് ഫ്രീ ആങ്കർ പോയിന്റ്സ് എന്ന് പറയും. അതായത് ദിവസത്തിൽ ചില നിശ്ചിത സമയങ്ങളിലോ അല്ലെങ്കിൽ വീട്ടിലെ ചില പ്രത്യേക ഇടങ്ങളിലോ ഉപകരണങ്ങൾ നിർബന്ധമായും മാറ്റിവെക്കണം എന്നൊരു ധാരണയുണ്ടാക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയം ഏറ്റവും നല്ല ഉദാഹരണമാണത്. ദിവസത്തിൽ ഒരു നേരമെങ്കിലും, അത് രാവിലെ ഭക്ഷണമോ അല്ലെങ്കിൽ രാത്രിയിലെയോ ആകട്ടെ, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫോണുകളൊന്നുമില്ലാതെ ഭക്ഷണം കഴിക്കുന്നത് വളരെ ഗുണകരമാണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ രാത്രി ഒരു നിശ്ചിത സമയത്തിന് ശേഷം, ഒരു 9 മണിക്ക് ശേഷം എന്നിരിക്കട്ടെ, കിടപ്പുമുറിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല എന്നൊരു തീരുമാനമെടുക്കാം. ആഴ്ചയിലൊരിക്കൽ കുറച്ച് മണിക്കൂറുകൾ ടെക് ഫ്രീ ആയിരിക്കാൻ ശ്രമിക്കാം.
ലക്ഷ്യം ഈ ഡിജിറ്റൽ ലോകത്തിന്റെ നിരന്തരമായ ഇടപെടലില്ലാത്ത കുറച്ച് ശാന്തമായ ഇടവേളകൾ കണ്ടെത്തുക എന്നതാണ്. ഈ ഒരു നേരം ഫോണില്ലാതെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന വലിയ പ്രശ്നത്തിന് എങ്ങനെയാണ് പരിഹാരമാകുന്നത്? അത് കുറച്ച് ലളിതമായി തോന്നുന്നില്ലേ? ഒറ്റനോട്ടത്തിൽ ലളിതമായി തോന്നാം, പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ 2 പ്രധാന പ്രശ്നങ്ങളെ, അതായത് ശ്രദ്ധാശൈഥില്യത്തെയും ദുർബലമായ സാമൂഹിക കഴിവുകളെയും ഇത് നേരിട്ട് അഭിമുഖീകരിക്കുന്നുണ്ട്. സ്ക്രീനുകൾ മാറുമ്പോൾ നിങ്ങൾ മുഖാമുഖം നോക്കി സംസാരിക്കാൻ നിർബന്ധിതരാകും. മറ്റൊരാൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാനും ചിന്തിച്ച് മറുപടി പറയാനും ഇത് സഹായിക്കുന്നു. കുടുംബാംഗങ്ങൾക്കിടയിൽ തുറന്ന സംഭാഷണങ്ങൾക്കും ചെറിയ തമാശകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാനും അത് പരിഹരിക്കാനും ഒരു സ്വാഭാവിക വേദി ഒരുങ്ങുകയാണ് അവിടെ. ഡിജിറ്റൽ ലോകം ഒരുപക്ഷെ കവർന്നെടുത്ത ആ ബന്ധത്തിന്റെ സമയം തിരിച്ചുപിടിക്കാൻ ഇത് സഹായിക്കും. ശരിയാണ്. ആ നിമിഷത്തിൽ എല്ലാവരും പൂർണ്ണമായിട്ട് അവിടെ ഉണ്ടാകുന്നു. അത് യുക്തിസഹമാണ്. ഇനി മൂന്നാമത്തെ തന്ത്രം എന്താണ്? നിരീക്ഷണവും ബന്ധവും, ഒബ്സർവേഷൻ ആൻഡ് കണക്ഷൻ. ഇത് 2 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. ഒന്ന്, മാതാപിതാക്കൾ കുട്ടികളുടെ ഡിജിറ്റൽ ഉപയോഗവും അതിന്റെ അനന്തരഫലങ്ങളും ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. 2, നല്ല ഡിജിറ്റൽ ശീലങ്ങൾ സ്വയം മാതൃകയാക്കുക. നിങ്ങളുടെ കുട്ടിയെ ഉപകരണങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുമ്പോൾ അവരുടെ പ്രതികരണം എന്താണെന്ന് ശ്രദ്ധിക്കാൻ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പൊ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ദേഷ്യമാണോ, അസ്വസ്ഥതയാണോ? അതെ, ആ വേർപിരിയൽ അതവരിൽ കടുത്ത ഉത്കണ്ഠ, സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറയും. അതോ ദേഷ്യമോ അസ്വസ്ഥതയോ ഉണ്ടാക്കുന്നുണ്ടോ? അതോ അവർക്ക് പെട്ടെന്ന് ബോറടിക്കുന്നുണ്ടോ? ഇതിനെ ഒരു പ്രശ്നമായിട്ട് കാണാതെ കൂടുതൽ ശ്രദ്ധയാവശ്യമുള്ള ഒരു ലക്ഷണം, ഒരു സിംറ്റമായിട്ട് കാണുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എങ്ങനെ പെരുമാറണമെന്നവരോട് പറയുന്നതിന് പകരം അത് പ്രവർത്തിച്ച് കാണിക്കുക. അവർ ഫോൺ മാറ്റിവെക്കണമെങ്കിൽ നിങ്ങളും മാറ്റിവെക്കുക. സ്ക്രോൾ ചെയ്യുന്നതിന് പകരം ഒരു പുസ്തകം വായിക്കുക, നടക്കാൻ പോകുക, അവരോടൊപ്പം സംസാരിക്കുക. വാക്കുകളേക്കാൾ ശക്തമാണ് പ്രവൃത്തികൾ. അപ്പോ ആത്യന്തികമായ ലക്ഷ്യം ഈ സാങ്കേതിക വിദ്യയെ പൂർണ്ണമായിട്ടങ്ങ് ഒഴിവാക്കുക എന്നതല്ല, നമ്മളൊരു ടെക്നോളജി വിരുദ്ധ സമീപനം സ്വീകരിക്കണമെന്നുമല്ല പറയുന്നത്. തീർച്ചയായുമല്ല. സാങ്കേതികവിദ്യ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതൊഴിവാക്കാൻ പറ്റില്ല. ലക്ഷ്യം അതിനെ നിയന്ത്രിക്കാൻ പഠിക്കുക എന്നതാണ്. ഈ ശക്തമായ ഉപകരണങ്ങൾ നമ്മെ നിയന്ത്രിക്കുന്നതിന് പകരം നമ്മുടെ ലക്ഷ്യങ്ങൾക്കായിട്ട് അവയെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കുട്ടികളെ പഠിപ്പിക്കുക. ഇതിന് ക്ഷമ വേണം, സ്നേഹത്തോടെയുള്ള ഇടപെടൽ വേണം. ചിലപ്പോൾ വ്യക്തമായ അതിർവരമ്പുകൾ നിശ്ചയിക്കേണ്ടി വരും. അനാരോഗ്യകരമായ ശീലങ്ങളോട് ഇല്ല എന്ന് പറയുന്നതും നിയമങ്ങൾ നടപ്പാക്കുന്നതും സ്നേഹത്തിന്റെ ഭാഗം തന്നെയാണ്. വളരെ വളരെ വ്യക്തമായ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ആഗോളതലത്തിലുള്ള സംഭവങ്ങൾ, കണക്കുകൾ എന്നിവയിലൂടെ ഈ പ്രശ്നത്തിന്റെ ഗൗരവം നമ്മൾ കണ്ടു. അതേസമയം നമുക്ക് തുടങ്ങാൻ കഴിയുന്ന വളരെ പ്രായോഗികമായ ചില വഴികളും കിട്ടി. നമ്മളിൽ നിന്ന് തുടങ്ങുന്ന ആ സ്വയം പരിശോധന, ഒരു ടെക് ഫ്രീ ഭക്ഷണ സമയം, കുട്ടികളുടെ പ്രതികരണങ്ങളെ ശ്രദ്ധയോടെ നിരീക്ഷിക്കൽ. അതെ, സന്ദേശം വ്യക്തമാണ്. ഇത് കേട്ട് മനസ്സിലാക്കുക എന്നത് മാത്രമല്ല, ചെറിയ രീതിയിലെങ്കിലും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക എന്നതാണ് പ്രധാനം. ഈ ആഴ്ച നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി നൽകിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ നേരത്തെ സംസാരിച്ചൊരു കാര്യമുണ്ട്, ഈ നിരന്തരമായ ഡിജിറ്റൽ ഉപയോഗം, എന്തിനും ഉത്തരം ഉടൻ കണ്ടെത്താനുള്ള ഗൂഗിൾ പോലുള്ള സൗകര്യങ്ങൾ. ഇത് കുട്ടികളുടെ വിമർശനാത്മക ചിന്താശേഷിയെയും പ്രശ്നപരിഹാര ശേഷിയെയും ദുർബലപ്പെടുത്തുന്നു എന്നത് ശരിയാണ്. അവരൊരു പ്രശ്നം വന്നാൽ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഉത്തരം തിരയുകയാണ്, സെർച്ച് ചെയ്യുകയാണ്. അപ്പോ ഈ ആഴ്ച നിങ്ങൾക്കുള്ള ഒരു ചെറിയ വെല്ലുവിളി ഇതാണ്. നിങ്ങളുടെ കുട്ടിയെ ഗൂഗിളിനെയോ മറ്റ് ഡിജിറ്റൽ സഹായികളെയോ ആശ്രയിക്കാതെ സ്വന്തമായി ചിന്തിച്ച് ഒരു കാര്യം കണ്ടെത്താനോ പൂർത്തിയാക്കാനോ പ്രേരിപ്പിക്കുന്ന എന്ത് ലളിതമായ ഒന്നിലധികം ഘടകങ്ങളുള്ള ഒരു പ്രവർത്തനം നിങ്ങൾക്ക് നൽകാൻ കഴിയും. അത് എന്തുമാകാം. ഒരുപക്ഷെ കുറച്ച് സങ്കീർണമായ ഒരു പസിൽ പൂർത്തിയാക്കുക, അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ വായിച്ച് ഒരു കരകൗശല വസ്തു ഉണ്ടാക്കുക, ഒരു പുതിയ പാചകക്കുറിപ്പ് നോക്കി എന്തെങ്കിലും ഉണ്ടാക്കുക, ഒരു ലളിതമായ ശാസ്ത്രപരീക്ഷണം ചെയ്യുക. അതായത് അല്പം പ്രയത്നവും ചിന്തയും ഒരുപക്ഷെ ചെറിയ രീതിയിലുള്ള ഒരു പരാജയബോധവും ഫ്രസ്ട്രേഷനൊക്കെ അനുഭവിച്ച് സ്വയം ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്ന എന്തെങ്കിലും. ഇത് അവരുടെ ആത്മവിശ്വാസവും പ്രശ്നപരിഹാരശേഷിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതൊരു മികച്ച നിർദ്ദേശമാണ്. ആ സ്വയം കണ്ടെത്തലിന്റെ ഒരു സന്തോഷം അവർ അനുഭവിക്കട്ടെ. ശരി, അടുത്ത തവണ നമ്മൾ സംസാരിക്കുന്നത് ഈ ഡിജിറ്റൽ ലോകം വളരുന്ന തലച്ചോറുകളെ, പ്രത്യേകിച്ച് ശ്രദ്ധ, ഓർമ്മ,
ഉറക്കം എന്നിവയെ എങ്ങനെ മാറ്റിയെടുക്കുന്നു എന്നതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിലായിരിക്കും. അതുപോലെ ഈ ഡിജിറ്റൽ തരംഗങ്ങൾക്കിടയിലും നമ്മുടെ കുടുംബങ്ങളെയും കുട്ടികളെയും പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ലളിതവും എന്നാൽ ശക്തവുമായ ചില കുടുംബ ചിട്ടകളെക്കുറിച്ചും ഫാമിലി റൊട്ടീൻസിനെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. തീർച്ചയായും ആ പ്രായോഗിക വഴികൾക്കായി കാത്തിരിക്കുന്നു. അപ്പോ അടുത്ത തവണ കാണാം.